ശല്യന്തല്ല ഒന്ന് കാണാൻ വന്നാ കണ്ടോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ചോയ്ക്ക്. നീ ഇതിന് എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവും? നിങ്ങൾ ചൂടാവുന്ന പരിപാടി എടുത്തു വെക്കുന്നുണ്ട്. അപ്പൊ ചൂടാവുന്ന വേണം എന്നെ കാണാൻ ഭയങ്കര രസം നീ പറഞ്ഞല്ലോ. ചൂടാവുമ്പോ മാത്രല്ല, അല്ലാണ്ട് നിങ്ങളെ കാണാൻ ഒരേ രസമില്ല. ഇത് ചോദിക്കണ നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് ബ്ലോക്ക് ഇട്ടിനി. ശരി, ഞാൻ അത് വിടും. സത്യം പറ, നിനക്ക് എന്നോട് ഭയങ്കര പ്രേമല്ലേ? രവിയേട്ടൻ പറഞ്ഞ നീ കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലായി. ഏത് രവിയേട്ടൻ? ആ ബസ്സിലെ കൊയ്യാ? എന്റെ കണ്ണാട്ടിങ്ങളെ തലക്ക് വല്ല പ്രാന്തുണ്ടാ? അല്ല, എത്ര വയസ്സായെന്ന നിങ്ങളെ വിചാരം? 35. നിങ്ങക്ക് നാണുണ്ട് ഈ വയസ്സിൽ എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടിട്ട്? ഹരിതേന്റെ ഏട്ടനായി പോയി. മതി. എന്റെ പൊന്ന് കണ്ണാട്ടാ, നിങ്ങള് പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ചി വീട്ടിൽ വന്നേരം അച്ഛനെ പേടിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേയില്ല എന്ന് പറഞ്ഞ് കീഞ്ഞു പറഞ്ഞതും എല്ലാം നാട്ടില് പാട്ടാണ്. പെണ്ണുങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പേരുണ്ട്, ചതിയൻ കണ്ണൻ. ഷെർലി, കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് നീ ഈ കാര്യം ഹരിതോട് പറഞ്ഞു നിൽക്കണ്ട. ഓ, കണ്ണ ഓക്കല്ലേ? ഇതാ രവിക്കുള്ള കോഴി. ഇനി 5 ദിവസമില്ലേ, അടുത്തത് നോക്കിയാ പോരെ? പോണോ? നീ വീട്ടിൽ പോയിട്ട് കുത്തിക്കൂടെ? നമ്മുടെ പാർട്ടിക്ക് ഇത്ര സ്വാധീനമില്ലാതെ ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. പാർട്ടിക്കല്ല, എനിക്ക് സ്വാധീനം എന്ന് പറ. എനിക്ക് സുധാര എനിക്കാ കണ്ണ. വേണ്ടാണ്ട് വെല്ലുവിളിക്കുകയും ചെയ്തിട്ട് മനുഷ്യനെ മേനക്കെടുത്ത. അപ്പോ തോക്ക് അവർക്ക് കൊടുക്കുന്നുണ്ടോ മോനെ? വേറെ വഴിയില്ലല്ലോ അമ്മേ. എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമുക്ക് തോക്ക് കൊടുക്കാം. എന്നിട്ട് ഉത്സവം ആകുമ്പോൾ എന്തെങ്കിലും ഒരു കുഴിസ്റ്റൊപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം. അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടിയെല്ലാം നിർത്തിയാ? അതിന് ഇവര് പെണ്ണിട്ടണ്ടേ? നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ? എന്നിട്ട് നമ്മൾ 3-4 പേര് പോവാ. ആ കുരിപ്പിന് ആ തോക്കങ്ങാണ്ട് കൊടുത്തേക്കാം. ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത്. സുധാര ലേശം എളുപ്പുണ്ടാ എനിക്ക്? എന്നാ സുധാര, നീ ആ ബാലനെ ചന്ദ്രനെ ആരെന്ന് വെച്ചാൽ വിളിക്കും. നമുക്ക് നാളെ തന്നെ തോക്ക് കൊടുക്കാം. ബെറ്റ് തീരാൻ എന്തായാലും 5 ദിവസം കൂടെ ഉണ്ടല്ലോ. കണ്ണ മിണ്ടേ. ധനേഷ്, ഹലോ. ഞാനോ? എടോ സുധാര. ഹലോ ചന്ദ്ര, ഞാനാ പ്രഭാകരൻ. ഓ, നമ്മൾ തമ്മില് എന്തിനാടാ ഒരു വെറുപ്പും ഇതൊക്കെ? ഇനിയിപ്പോ തോക്ക് കൈമാറാൻ 5 ദിവസം ഇല്ലതാനും. ഓ, അതൊക്കെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഇന്നേക്ക് 5-ാം ദിവസം തോക്ക് ഇങ്ങന്നേക്കണം. അത് എന്താ പറ്റിയെന്നറിയോ? നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട്. ഓ, നമ്മളെല്ലാരും നാളെ രാവിലെ പോകും. അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം. ഇനിയിപ്പോ ബെറ്റ് തീരാൻ നിക്കണ്ടപ്പാ. ഓ, അങ്ങനെയാണ് കാര്യങ്ങളില്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് ബാലേട്ടനോടൊന്ന് ചോദിക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ആയിക്കോട്ടെ. പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനും നിക്കണ്ട. നമ്മളൊരു 2-3 ആൾക്കാർ വരാം. നിങ്ങളും 2-3 ആൾക്കാർ വാ. എങ്ങനെയുണ്ട് ഐഡിയ? വർക്കായില്ലേ? എന്തായാലും ചോറി നമുക്ക് വേഗം കൊടുത്തിട്ട് പോവാ. സുധാര, എല്ലാ നായ്ക്കളും ഉണ്ട്. ഞാനല്ല പോയി നാളെ. ഏതായാലും നനഞ്ഞ ഇനി കുളിച്ചു കയറാം. സുധാര, ഞാൻ കുളിച്ചിട്ടാ വന്ന്. ചെലക്കാണ്ട് വാടാ. മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ വാ. എന്തായി സുധാര, നിങ്ങളെ പെണ്ണ് കാണല്ലോ? ഈ നൂറ്റാണ്ടിലങ്ങനെ നടക്കുവാ? പെറ്റ് തീരാൻ ഇനി 4 ദിവസം കൂടിയുള്ളൂ. അതിന്റെ ഇടയിൽ ഒരു 5-6 കൂടി പോയി പേടിപ്പിക്കടാ. അതിന് ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. നീ വിദേശത്തോ മറ്റോ? തോറ്റിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരേ നാട്ടുകാര് വാശി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കുറെ കാലമായില്ലേ ഞങ്ങ വെടിവെക്കുന്നു. എന്നാ പിന്നെ തുടങ്ങല്ലേ സുധാര? എടുത്തു കലയക്കാരാ. തോക്കെടുത്ത് തരുമോ?
എല്ലാ കാര്യവും ഉണ്ടായി ഒരു കാര്യമില്ലായിരുന്നു. ഇതാ, വിദ്യേ മേടിച്ചോ? ഞാൻ അല്ല ഇവനാ മേടിക്കും വിദ്യ അങ്ങോട്ട്